നമുക്കതിനെ പറ്റി ക്ലൂ പോലും കിട്ടിയില്ല. അവന്റെ നിഴല് പോലും നമ്മുടെ ഫാമിലിയിൽ വരാൻ പാടില്ലായിരുന്നു. അങ്ങനെയുള്ളപ്പോ ആ റാസ്കൽ അമ്മൂലിയുടെ വീട്ടിലാ ഉള്ളത്. ബ്ലഡി ഹെൽ. ഗോഡ് ഡാം ഇറ്റ്. നിങ്ങളെന്താ സൈലന്റ് ആയിരിക്കുന്നേ? ഈ കാര്യങ്ങളൊന്നും കേട്ടിട്ട് നിനക്കൊന്നും തോന്നില്ലേ? അവൻ ചതിച്ചത് എല്ലാവരെയും, കണ്ണൻ എന്ന പേരും വെച്ച്. ബ്ലഡി ഫ്രോഡ്. നടക്കേണ്ടതെല്ലാം നടന്നു. ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെയൊക്കെ സംഭവിച്ചു. വേദാന്തം നമ്മുടെ വീട്ടിലേക്ക് വന്ന് വഴക്കിട്ട് വളരെ വിഷമിച്ച് തന്നെ പോയത് നിങ്ങൾ കണ്ടതല്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചതിന് നമ്മളാണ് ഉത്തരവാദി. അതുമല്ലാതെ അവൻ കാര്യം അറിയാതെ വാശി പിടിച്ചതല്ലേ? നിങ്ങൾ നടന്നത് ശരി തന്നെയാണെന്നല്ലോ പറയുന്നത്. നമ്മുടെ ഒരു പെണ്ണ് ആ വീട്ടിലാ താമസിക്കുന്നറിയണം. ആ വീട്ടിലെ പയ്യൻ നമ്മുടെ വീട്ടിലേക്ക് വന്ന് വഴക്കുണ്ടാക്കി എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്ത് ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു പോയിരിക്കും അവന്. ഇതൊക്കെ നടക്കുന്ന കാര്യമൊന്നും നിങ്ങൾ പറ. അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് നമ്മളാണോ? അവൻ തീരുമാനിച്ചതല്ലേ അങ്ങനെയൊക്കെ? അങ്ങനെയൊക്കെയാണെങ്കിൽ അവനെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാലോ. ഇപ്പൊ സിദ്ധാർത്ഥൻ വീട്ടിലുണ്ട്. എല്ലാം ശരിയാവും. നീ വെറുതെ ഓരോന്നും ആലോചിക്കണം. നിങ്ങൾ എന്നെ സമാധാനപ്പെടുത്താനാണ് ഇങ്ങനെ പറയുന്നത് എനിക്കറിയാം. ഈ വീട്ടിലെ പരിസ്ഥിതി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയൊന്നും മാറ്റാൻ പറ്റില്ല. കണ്ണ, നീ പറയുമോ? വേദാന്തിന് എന്തിനാ നിന്നോട് ഇത്രയും ദേഷ്യം? അത്രയധികം നിനക്കും അവനും തമ്മിൽ എന്താ പ്രശ്നം? ദേവിയത് എന്നോട് ക്ഷമിക്കൂ. ഇനി സത്യം മറച്ചു വെക്കുന്നതുകൊണ്ട് ഒരർത്ഥവും ഇല്ല. സത്യമാണെന്നോ? എന്ത് സത്യ കണ്ണൻ ചേട്ടാ? ഞാൻ നിങ്ങളടുത്ത് എത്ര ക്ഷമ ചോദിച്ചാലും അത് വളരെ കുറവാണ്. പക്ഷെ ഞാൻ ഈ സത്യം മറച്ചു വെച്ചത് നിങ്ങളെ ചതിക്കണമെന്ന് കരുതിയിട്ടല്ല. നടന്നത് പറയാൻ പാടില്ല, എന്റേതായിട്ടുള്ള ജീവിതം ഉണ്ടാക്കണമെന്നായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ ഞാനത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും അത്. നോക്കുവാനെ, എല്ലാവരുടെയും ജീവിതത്തിലും കുറച്ച് കഥയൊക്കെ കാണും. ആ കഥകൾക്ക് വേറെ അർത്ഥങ്ങളും ഉണ്ടാവും. ഒരാളുടെ കണ്ണിൽ ശരിയെന്ന് തോന്നുന്ന കാര്യം മറ്റൊരാളുടെ കണ്ണിൽ തെറ്റായിട്ട് തോന്നും. പക്ഷെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ആ ദൈവത്തിന്റെ കണക്കിൽ മാത്രമേ മനസ്സിലാവൂ. ഞാൻ നിന്നെ ആദ്യമൊക്കെ എങ്ങനെ കണ്ടിരുന്നത് അതുപോലെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ നിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴും നിനക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ തുറന്നു പറഞ്ഞു. ഞാൻ എൻ്റെ മനസാക്ഷി മുൻനിർത്തി പറയാ, ഈ വീട്ടിലേക്ക് വരുന്നവരേക്കും നിങ്ങളും വേദാന്തി ഏട്ടനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. പക്ഷെ ഞാനും വേദാന്തമായി ജനിച്ചത് മുതലേ ബന്ധമുണ്ട്. വേദാന്ത എന്റെ ചേട്ടനാ, വേദാന്ത എന്റെ ചേട്ടനാ, വേദാന്ത എന്റെ ചേട്ടനാ. ഞാൻ അവന്റെ അനിയനും, ഞാൻ അവന്റെ അനിയനും, ഞാൻ അവന്റെ അനിയനും.
അങ്ങനെയാണെങ്കിൽ അവൻ ഒളിച്ചിരുന്ന കാര്യം എനിക്ക് മാത്രമായിരുന്നല്ലേ അറിയാത്തത്. നിങ്ങൾക്കൊക്കെ ഈ കാര്യം നേരത്തെ അറിയായിരുന്നല്ലേ? പറയടാ വിക്രാന്ത്, ആ നാറി അവിടെ ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് ആദ്യം അറിയായിരുന്നോടാ? ചേട്ടാ, വിക്രാന്ത്, അപ്പൊ നീയും എന്നെ ചതിക്കായിരുന്നില്ലടാ. നിന്നെ തല്ലാൻ പോലും എനിക്ക് വെറുപ്പ് തോന്നുവാടാ. ഷെയിം ഓൺ യു. എന്താ ഈ പറയുന്ന കണ്ണൻ ചേട്ടാ? നിങ്ങൾ വേദാന്തിന്റെ അനിയനാണെന്നോ? അതെ അമൂല്യ, വേദാന്ത്, ആദ്യ, വിക്കി മാത്രമല്ല, ഞങ്ങൾ നിങ്ങളെപ്പോലെ 4 മക്കളാ. എന്താ മോനെ നീ പറയുന്നേ? നീയും ആ വീട്ടിലെ മകനാണെന്നോ? പിന്നെന്താ നിന്നെ പറ്റി ആരും അവിടെ ഒന്നും സംസാരിക്കാത്തത്? ഞങ്ങൾക്കാർക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കണ്ണ. പക്ഷേ അതാണ് സത്യമെങ്കിൽ ഞാനും ആ വീട്ടിലെ മകനാ, വേദാന്തിന്റെ അനിയൻ. വിക്കിയും ഞാനും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും വളരെ ഒത്തൊരുമയോടെയായിരുന്നു. ഇപ്പോ അവരെല്ലാം എങ്ങനെയാ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ ലിസ്റ്റിൽ ആദ്യമൊക്കെ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ എന്ത് കാരണം കൊണ്ടാ നിങ്ങൾ തമ്മിൽ അകന്നേ? നിങ്ങളുടെ ഇടയിൽ എന്താ സംഭവിച്ചേ? വേദാന്ത് നിങ്ങൾ എന്തിനാ ഇത്രയും വെറുക്കുന്നേ? ഒരു വഴക്കമൂല്യ. ഞാനും ചേട്ടനും ഇടയ്ക്കുണ്ടായിരുന്ന ഒരു വഴക്ക് കാരണം എല്ലാം മാറിപ്പോയി. എന്റെ ജീവിതത്തിന്റെ ദിക്ക് തന്നെ മാറിപ്പോയി. അതുകൊണ്ട് ഞാൻ രാത്രിക്ക് രാത്രി വീട് വിട്ടിറങ്ങേണ്ടി വന്നു. എനിക്ക് ഇതൊക്കെ ഒരു സിനിമ കഥ പോലെയാ തോന്നുന്നത്. മേനോൻ കുടുംബത്തിലെ അംഗം ഇത്രനാൾ ഇവിടാണോ ഉണ്ടായിരുന്നത്? എന്റെ ജീവിതവും സിനിമാ കഥയും. ചേട്ടാ, വേദാന്ത്, ചേട്ടാ, വേദാന്ത്, ചേട്ടാ, വാതിൽ ഉറക്കേട്ടാ. വേദാന്ത്. സിദ്ധാർത്ഥ്, വിക്കി ചേട്ടാ, എന്താ കാര്യം? ധ്രുവ അമൂലയുടെ വീട്ടിൽ താമസിക്കുന്നത് വേദാന്തി പറഞ്ഞു. ചേട്ടാ, ചേട്ടാ, ഹലോ ചേട്ടാ, ചേട്ടാ, വാതിൽ തുറക്ക്. ചേട്ടാ, എന്തു പറ്റി? എന്താ ഉണ്ടായെന്ന് നിനക്കറിയില്ലേ? നിങ്ങളുടെ കളിക്കൊന്ന് നിൽക്കുന്ന ആളല്ല ഞാൻ. എല്ലാം അറിഞ്ഞിട്ട് എന്താന്ന് ചോദിക്കുന്നോ? അല്ല ചേട്ടാ, അതെങ്ങനെയാ പറ്റിയതെന്ന് വെച്ചാ. നിനക്കും അത് അറിയുന്ന കാര്യമല്ലേ? ധ്രുവ അമൂലയുടെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയുന്നല്ലേ ആദ്യ? നിങ്ങളൊക്കെ എന്നെ ചതിക്കായിരുന്നില്ലേ? ഈ ധ്രുവയാരാ? അവന്റെ കാര്യത്തിൽ നമ്മുടെ ബോസ് എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അതെന്താ പറ്റിയെന്ന് വെച്ചാ. ഇനി എന്താ കേൾക്കാനുള്ളേ? എല്ലാം കേട്ട് കേട്ട് മടുത്തു. ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ട. കാര്യം മറച്ചു വെച്ച് അവൻ എന്നെ ചതിച്ചപ്പോ നിങ്ങളും അതിന് കൂട്ടു നിന്നു അല്ലേ? എനിക്ക് അവനോടുള്ള ദേഷ്യം എത്രയുണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങളും അവന് കൂട്ടു നിന്നില്ലേ? എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. ചേട്ടാ, പ്ലീസ് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ.
ഞങ്ങളിങ്ങനെ ചെയ്തതിൽ കാരണമുണ്ട് ചേട്ടാ. ആ കാരണം നിന്റെ ദേഷ്യം തന്നെയാ ചേട്ടാ. ആരും ഇനി എന്നെ ചേട്ടാന്ന് വിളിക്കണ്ട. അന്ന് ഞാൻ ഉടുത്ത തുണിയോടെ തന്നെ പുറത്തേക്ക് പോകേണ്ടി വന്നു. പുറത്തേക്ക് പോയിന്ന് മാത്രമല്ല, നാട് വിട്ടു. എവിടേക്കാ നിങ്ങൾ പോയത്? എപ്പോഴാ നിങ്ങൾ തിരിച്ചു വന്നത്? അന്ന് വീട് വിട്ടതു മുതൽ എനിക്ക് അഡ്രസ്സേ ഇല്ല. ഞാൻ കേരളത്തിൽ കുറെ ഇടങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് വീടിനോടും വീട്ടിലുള്ളവരോടും ഒരു തരി പോലും സ്നേഹം കുറഞ്ഞിട്ടില്ല. ഏതായാലും ഞാനൊരു നാടോടി. അവസാനം കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല, സ്വന്തം നാട്ടിൽ ജീവിക്കാലോ എന്ന് കരുതി വന്നതാ. അങ്ങനെയാണെങ്കിൽ കണ്ണേട്ടാ, നിങ്ങളുടെ മുഴുവൻ പേരെന്താ? ധ്രുവ മേനോൻ. നീ ആരായാലും എനിക്കെന്താ? ഞാൻ ധ്രുവ മേനോനാണ്, മനസ്സിലായോ? ധ്രുവ മേനോൻ. ഞാനിങ്ങനെ ചോദിക്കുന്നോണ്ട് തെറ്റിദ്ധരിക്കണ്ട. വേദാന്തിന്റെ ഫാമിലി എന്ന് വെച്ച ജീവന. അവൻ ഏത് കാര്യത്തിന് വേണമെങ്കിലും കോംപ്രമൈസ് ആവും. പക്ഷേ ഫാമിലിയുടെ കാര്യത്തിൽ കുറച്ചുപോലും കോംപ്രമൈസിന് തയ്യാറാവില്ല. അങ്ങനെയുള്ളപ്പോ സ്വന്തം അനിയനെ അവൻ എന്തിനാ ഇങ്ങനെ വെറുക്കുന്നേ? എന്താ അതിന് കാരണം? ഉറപ്പായി ഞാനത് പറഞ്ഞേനെ. പക്ഷെ ഇക്കാര്യം ഞാൻ ആരോടും പറയില്ലെന്ന് വാക്കു കൊടുത്തിരുന്നു. ദേവി എന്നോട് ക്ഷമിക്കും. ഇത് ചേട്ടന്റെ തെറ്റല്ല. ഈ കാരണത്താൽ നിങ്ങളാരും അവനെ അകറ്റി നിർത്തരുത്. എന്താണെന്ന് വെച്ചാ, അവനോളം നല്ലൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാരണം അവനെ നിങ്ങൾക്ക് കിട്ടാതെ പോകരുത്. ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ ബുദ്ധിമുട്ടുണ്ടാവാനും പാടില്ല. എന്റെ കാര്യം ഞാൻ എങ്ങനെയെങ്കിലും നോക്കിക്കോളാം. വേണ്ട കണ്ണ, ഇപ്പൊ നടന്നതിന് അതൊരു പരിഹാരമല്ല. നീ എങ്ങും പോകേണ്ട കാര്യമില്ല. അല്ല അങ്കിൾ, ചേട്ടന്റെ വാശിയും ദേഷ്യവും എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വരില്ല. ഒന്നും എപ്പോഴും ഒരേപോലെ ഉണ്ടാവില്ല, എല്ലാം മാറി വരും. അതേപോലെ നിങ്ങൾ രണ്ടുപേരുടെയും സഹോദര ബന്ധം ശരിയാകണം. ശരിയാകും. നീ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. എന്താകുമെന്ന് നോക്കാം നമുക്ക്. ചേട്ടാ പ്ലീസ് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിന് കാരണമുണ്ട് ഏട്ടാ. ആ കാരണം തന്നെ നിന്റെ ദേഷ്യ. എന്നെ ഇനി ആരും ചേട്ടാന്ന് വിളിക്കണ്ട. വിക്കി ചേട്ടാ, സിദ്ധാർത്ഥ് ചേട്ടൻ എന്നെ ചേട്ടാന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞു. ആദ്യ അത് ദേഷ്യത്തിൽ പറയുന്നതായിരിക്കും. അതൊന്നും നീ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഈ ഒരു അവസ്ഥയില് നീ ടെൻഷൻ അടിക്കണ്ട. പ്ലീസ് ഒന്ന് സമാധാനായിരിക്കും. ഇല്ല സിദ്ധാർത്ഥ്, എനിക്ക് പറ്റില്ല. അവൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മളവനെ ചതിച്ചു എന്നാ പറയുന്നേ. എന്ന് വെച്ചാ നമ്മൾ ഈ വിഷയം മറച്ചു വെച്ച് ചതിച്ചു എന്നാ. ചേട്ടാ, വിക്കി ചേട്ടാ അവന്റെ അടുത്ത് പറ. ധ്രുവേ നമ്മൾ അത്രയ്ക്ക് ക്ലോസ് അല്ലേ? ഇവന് വിഷമാവാൻ പാടില്ല, അവൻ സന്തോഷായിരിക്കണം. അതുകൊണ്ടല്ലേ